വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുവാനായി അരയും തലയും മുറുക്കി UDF. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് മോഡൽ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനായി കച്ചുമുറുക്കി നിലമ്പൂരിലേക്ക് വണ്ടി കയറുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ടീം. LDFന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച് അത്ഭുതം കാട്ടിയതെങ്കിൽ നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റ് LDFിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് സതീശനും സംഘവും നിലമ്പൂരിലേക്ക് തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സണ്ണി ജോസഫ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മിന്നും താരം ഷാഫി പറമ്പിൽ, തെരഞ്ഞെടുപ്പുകളിൽ പയറ്റിത്തെളിഞ്ഞ AP അനിൽകുമാർ, CPM ശക്തി കേന്ദ്രങ്ങളിൽ പോയി മത്സരിച്ച് മണ്ഡലം പിടിച്ചെടുക്കുന്ന അടൂർ പ്രകാശ് എന്നിവരെല്ലാം ഇത്തവണ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ മുന്നിലുണ്ടാകുമെന്ന് VD സതീശൻ പ്രസ്താവിച്ചു. മേഴ്സിക്കുട്ടിയമ്മയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തിയ PC വിഷ്ണുനാഥും ഇവരുടെ കൂട്ടത്തിലുണ്ട്. നിലമ്പൂരിൽ UDF രംഗത്തിറക്കിയിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. മണ്ഡലത്തിൽ ദീർഘകാലം മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ശ്രീ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും നിലമ്പൂരിൽ UDF ഒറ്റക്കെട്ടായി രാഷ്ട്രീയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരേക്കായും ഒരുപടി മുന്നിൽ തന്നെയാണ് ഇപ്പോൾ UDF നിലമ്പൂരിൽ.